എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 71/2024 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത് എന്താണ്, ഇനി നമുക്ക് ഇത് കൂടാതെ രണ്ടെണ്ണം കൂടി ഉള്ളൂ കേട്ടോ. 25 സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2021 മുതലുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ 13 സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 13 സെറ്റിൽ എത്ര ക്വസ്റ്റ്യൻ ആണ്? 30 ക്വസ്റ്റ്യൻ വീതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 390ഓളം ക്വസ്റ്റ്യൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളവും മാത്രം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ്. ക്വസ്റ്റ്യൻ ടാഗ് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലേ. ഇത് സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഏതാണ് വരിക? നെഗറ്റീവ് ടാഗാണ് വരുന്നത്. എല്ലാം നെഗറ്റീവ് ടാഗാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേതാണ് വരിക നോക്കി. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ്. ഹാപ്പൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മളവിടെ എന്ത് യൂസ് ചെയ്യുക? ഡിഡിൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഡിഡിൻറ്റ് ഇറ്റ്, ഓപ്ഷൻ സി ഡിഡിൻറ്റ് ഇറ്റ്. ഡോണ്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സംതിങ് ഹാപ്പൻസ് എന്നൊക്കെയാണ് പറയുന്നത്, അതായത് സിമ്പിൾ പ്രസൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡോണ്ട് ഇറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഹാഡിൻറ്റ് ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണിപ്പോൾ എന്തെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റിൽ സംതിങ് ഹാപ്പൻഡ് അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഹാഡിൻറ്റ്. ഈസിൻറ്റ് ഇറ്റ് എന്ന് പറയുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ്, സംതിങ് ഈസ് ഹാപ്പനിങ് എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഈസിൻറ്റ് ഇറ്റ് യൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ, 72 പുട്ട് ഇൻ ദ കറക്റ്റ് പ്രിപ്പോസിഷനാണ്. എന്താണ്? ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് -8:15 AM. ടൈമാണ്, ടൈമിന് ഏതാണ്? അറ്റാണല്ലേ. നമ്മൾ കുറേ കണ്ടു സ്പെസിഫിക് ക്ലോക്ക് ടൈം ഒക്കെ പറയുമ്പോൾ അറ്റ് 8:15, അറ്റ് സൺറൈസ്, അറ്റ് നൂൺ എന്നൊക്കെയാണ് വരുന്നത്. ഇൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻ മന്തിലൊക്കെ അല്ലേ. ദെൻ ഓൺ ഡേയ്സിൻ്റെ മുന്നേ ഓൺ മൺഡേ എന്നൊക്കെ പറയാൻ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. Choose the correct alternative from those given as options. The principal dash to speak to you. ഏത് വെർബാണ് വരുന്നത്? പ്രിൻസിപ്പൽ വാണ്ട്സ് ടു സ്പീക്ക് ടു യു അല്ലേ. ദ പ്രിൻസിപ്പൽ വാണ്ട്സ് എന്നാണ് വരുന്നത്. ഇതിൽ വാണ്ടിങ്, ഈസ് വാണ്ടിങ്, വാസ് വാണ്ടിങ് അതെല്ലാം തെറ്റാണ് കേട്ടോ. Turn the given sentence from active voice to passive voice. Specify which of the following answer is right. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുക. ഏതാണ് നോക്കിയേ. മേരി ഓപ്പൺ ദ ഡോർ എങ്ങനെ വരും? പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ദ ഡോർ അല്ലേ ഇവിടുത്തെ ഒബ്ജക്റ്റ്, അതെന്തായി മാറും? സബ്ജക്റ്റായി മാറും. ഓപ്പൺഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ചെയ്ത് വരും? ഓപ്ഷൻ ബി വരും. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി എന്ന് വരും. ദ ഡോർ വാസ് ഓപ്പൺ. വാസ് ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഇവിടെ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് വരും വാസ് ഓപ്പൺഡ് എന്ന് വരും. ദെൻ 75 ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. 76 നോക്കാം. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. വാട്ട് എ സൂപ്പർ ഷോ. ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലേ. ഇവിടെ നമുക്കറിയാം എക്സ്ക്ലമേറ്ററി മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് അല്ലേ. എക്സ്ക്ലമേഷൻ മാർക്കുണ്ട് അവിടെ. ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ദെൻ ഇൻറ്ററോഗേറ്റീവ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുന്നത്. ഇമ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു കമാൻഡ് അങ്ങനെയുള്ള റിക്വസ്റ്റൊക്കെ ആയിരിക്കും. അടുത്തത് യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഹി ഡിഡിൻറ്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഹി ഡിഡിൻറ്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. എന്താണ്? അവൻ അപ്ലൈ ചെയ്ത ജോബ് കിട്ടിയില്ല. അപ്പോൾ ഏത് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്? ദായാണല്ലേ. ഹി ഡിഡിൻറ്റ് ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ എന്നാണ് വരുന്നത്. മൈക്കിൾ ഈസ് ഡാഷ് ദാൻ നടാഷ. ഏതാണ് വരുന്നത്? ദാനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കമ്പയർ ചെയ്യാൻ വേണ്ടി ദാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏതാ വരും? ഓപ്ഷൻ ഡി ഓൾഡർ ആണ് വരുന്നത് കേട്ടോ. എൽഡർ എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, എൽഡർ എന്ന് പറയുന്നത് കേട്ടോ. ഇതേതാണ്? ഓൾഡർ ദാൻ നടാഷ എന്നാണ് പറയുന്നത്. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഏതാണ് വരുന്നത്? ഫ്രേസൽ വെർബാണ്. ജെറൻഡ്. ഓക്കെ, ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു എന്നാണ്. ടു ഹിയറിങ്. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു. ലുക്ക് ഫോർവേഡ് ടു ആ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, അത് ലുക്ക് ഫോർവേഡ് ടു. ഓക്കെ, പിന്നെ ഏതാണ്? ഹിയറിങ്. ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു. റിപ്പോർട്ട് ദ സെൻറ്റൻസ്. ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ദെയർ. റിപ്പോർട്ടഡിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരും? ജോഷുവ സെഡ് ടു മം എന്നുള്ളത് എന്താകും? ടോൾഡ് ആവും. എല്ലാത്തിലും ടോൾഡാണ് തന്നിട്ടുള്ളത്. ദെൻ
ജോഷുവ എന്ന് പറയുന്നത് ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ദെയർ എന്നുള്ളത് എന്താവും? ഐക്ക് പകരം അവിടെ ഹീ ആകും അല്ലേ? ഹീ ആകും. ദെൻ ഐ ഹാവ് ബീൻ ഹിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലേ? ഹാവ് ബീൻ. പ്രസൻറ്റ് പെർഫെക്റ്റ് റിപ്പോർട്ടഡിലേക്ക് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് ബീൻ ആകും. ദെൻ ഹിയർ എന്ന് പറയുന്നത് ദെയർ ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. ജോഷുവ ടോൾഡ് മം ദാറ്റ് ഹീ ഹാഡ് ബീൻ ദെയർ. കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. I arranged to meet Tony in the mall yesterday, but he didn't dash. എന്താ വരിക? ഫ്രേസൽ വെർബ്. He didn't turn up ആണ് വരുന്നത്. ടേൺ അപ്പ് കേട്ടോ. I arranged to meet Tony in the mall yesterday, but he didn't turn up. ടേൺ അപ്പ് എന്ന് വെച്ചാൽ എന്താ? അപ്പിയർ കാണുക, ആ ഒരു രീതിയിൽ കേട്ടോ. ഇനി ഫാൾ ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും താഴെ ഇടുക. മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിൽ ജീവിച്ചു തുടങ്ങുക എന്നൊക്കെ പറയില്ലേ, മൂവിങ്. ഓക്കെ. ക്ലിയർ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനെയാണ് ക്ലിയർ അപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് അമിക്കബിൾ. പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ? അമിക്കബിൾ എന്താണ്? ഫ്രണ്ട്ലി. ഓക്കെ, അമിക്കബിൾ. 83. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ്? കോഷ്യസിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? റെക്ലെസ് ആണ് കോഷ്യസിൻ്റെ ഓപ്പോസിറ്റ്. കോഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? ഡേഞ്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയില്ലേ. റെക്ലെസ് എന്ന് വെച്ചാൽ എന്താണ്? കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാതെ എടുത്ത് ചാടുന്നതിനെയാണ് റെക്ലെസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റസ്ട്രോഫിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. PHE ആണ് അവസാനം വരുന്നത്. PHE. കാറ്റസ്ട്രോഫ് വെച്ചാൽ എന്തെങ്കിലും പെട്ടെന്നുള്ള സഫറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേറ്റ് ഡാമേജ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതിനെയാണ്, അങ്ങനെയുള്ള ഇവൻറ്റിനെയാണ് പറയുന്നത്. ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹൂ ഹാസ് നോ മണി. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. എന്താണ്? പോപ്പർ. ഓപ്ഷൻ ഡി, പോപ്പർ. വെരി പുവർ പേഴ്സണെയാണ് പോപ്പർ എന്ന് പറയുന്നത്. സ്റ്റെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രഷ് അല്ലാത്ത ഫുഡിനെയൊക്കെ നമ്മൾ പറയില്ലേ, സ്റ്റെയിലാണ്. അടുത്തത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഐഡമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ? ആ ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണ്? റൗണ്ട് ദ കോർണർ എന്ന് വെച്ചാൽ വെരി നിയർ എന്നാണ് അർത്ഥം. തൊട്ടടുത്തുണ്ട്, വെരി നിയർ. ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. കോമ്പൗണ്ട് വേർഡ് കണ്ടുപിടിക്കുക. ഏതാണ് കോമ്പൗണ്ട് വേർഡ്? ഇതിൽ ഓപ്ഷൻ ബി, ഹാൾവേ ആണ്. എന്താണ് കോമ്പൗണ്ട് വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട് കംപ്ലീറ്റ് ആയ വേർഡ് കൊണ്ട് ഒരു പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, പുതിയ മീനിങ്ങിലുള്ള ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഇതിലേതാണ്? ഹാൾ പ്ലസ് വേ, ഹാൾവേ ആണ് കേട്ടോ കറക്റ്റ് ഉത്തരം. വാട്ട് ഈസ് ദ ഫീമെയിൽ ടൈഗർ കോൾഡ്? ഫീമെയിൽ ടൈഗറിനെ എന്ത് പറയും? ടൈഗ്രസ് അല്ലേ? ഓപ്ഷൻ എ, ടൈഗ്രസ് എന്നാണ് പറയുന്നത്. ടൈഗ്രസ്, ലയൺ, ലയണസ്, ടൈഗ്രസ്. ഈവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലേ, റാമിൻ്റെ ഫീമെയിലാണ് ഈവ്, ഫീമെയിൽ ഷീപ്പാണ്. കാഫ് എന്ന് പറയുന്നത് കൗവ്. ദെൻ ടൈഗർ, കബ് എന്ന് പറയുന്നത് ജെൻഡർ അല്ല, ഒരു ബേബി, ടൈഗറിൻ്റെ ബേബി എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദ ഡാഷ് ഓഫ് ദ വേർഡ്. പ്രിഫിക്സ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ വരുന്നതാണല്ലേ പ്രിഫിക്സ്. PRE, പ്രിഫിക്സ്, ബിഫോർ, അങ്ങനെ ഓർക്കുക. സഫിക്സ് എന്ന് പറയുമ്പോൾ എൻഡിൽ വരുന്നത്. ദെൻ പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. എന്താണ് പ്രിപ്പയർ ദ? സിനോപ്സിസ് ആണ്. ഓപ്ഷൻ എ, സിനോപ്സിസ്. ഇവിടെ പ്രിപ്പയർ ദ സിനോപ്സിസ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. ഓക്കെ, അതായത് ഒരു സമ്മറിയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? സിനോപ്സിസ്. ഇനി അതല്ല മൾട്ടിപ്പിൾ സമ്മറീസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ, സിനോപ്സിസ്. ഓക്കെ, ആ രണ്ടും ഓർത്തിരിക്കുക. ഈ മലയാളത്തിലേക്ക് പോവാലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതായത് ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ്? നിഘണ്ടു, ലേഖകൻ, ശബ്ദം, കൃത്യനിഷ്ഠ. ശരിയായത് ലേഖകനാണ്, ലേഖകൻ.
നിഘണ്ടു. നിഘണ്ടു ഇങ്ങനെയല്ലല്ലോ വരുന്നത്. നിഘണ്ടു എങ്ങനെ എഴുതേണ്ടത്? നിഘണ്ടു എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്. ദെൻ ശബ്ദം. ശബ്ദമൊക്കെ നമുക്കറിയാം അല്ലേ? ശബ്ദം. പിന്നെ ഏതാണ്? കൃത്യനിഷ്ഠ. അല്ലേ? നിഷ്ഠയായിരുന്നു വരേണ്ടിയിരുന്നത്. ഇതാണ് കറക്റ്റായിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഏതാണ്? ആലേഖകൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനം ഉദാഹരണം ഏതാണ്? ഗുരുക്കളാണല്ലേ. ബഹുമാനപൂർവ്വം അല്ലെങ്കിൽ ഒരാളെ ബഹുമാനിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബഹുവചനത്തെയാണ് നമ്മൾ പൂജക ബഹുവചനം. ഗുരുവിന് അല്ലേ ഗുരുക്കൾ എന്ന് പറയുന്നു. ഈ കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ അതൊക്കെ എന്താണ്? അത് സാധാരണ ബഹുവചനമാണ്. അതായത് ഒന്നിലധികം പേരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ജനകനാണ്. ജനകൻ ആരാണ്? അച്ഛനാണ് അല്ലേ? പിതാവാണ് ജനകൻ എന്ന് പറയുന്നത്. പുത്രൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തനയൻ, ആത്മജൻ, തനുജൻ. അതൊക്കെ എന്താണ്? പുത്രനാണ്. തനയൻ, ആത്മജൻ, തനുജൻ ഇതൊക്കെ മകൻ അല്ലെങ്കിൽ പുത്രനാണ്. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. ഇത് വരും? തീക്കനൽ വരും അല്ലേ? തീക്കനൽ ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ് അല്ലേ? അവിടെ എന്ത് ചെയ്യും? ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രാജാവും ഋഷിയുമായവൻ ഒറ്റപ്പദമാക്കുകയാണ് ചെയ്യേണ്ടത്. ഏതാണ് രാജാവും ഋഷിയുമായവൻ? ആരാണ്? രാജർഷിയാണ് അല്ലേ? രാജാവും ഋഷിയും ചേരുമ്പോൾ രാജർഷി. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. സുതൻ്റെ സ്ത്രീലിംഗം സുതയാണ് കേട്ടോ. സുത. ഈ സംസ്കൃത പദങ്ങളിൽ അല്ലേ അൻ എന്ന് അവസാനിക്കുന്ന പുല്ലിംഗ പദങ്ങളിൽ സ്ത്രീലിംഗമാക്കുമ്പോൾ ആയാവും. അതായത് സുതൻ, സുത, തനയൻ, തനയ. ഓക്കെ. അല്ലെങ്കിൽ സുതൻ എന്ന് പറയുന്നത് മകനാണ്, സുത എന്ന് പറയുന്നത് മകളാണ് അർത്ഥം വരുമ്പോൾ. ഇനി 800 എന്ന പദം പിരിച്ചെഴുതുക. എങ്ങനെ വരും? എൺ അധികം 100, 800. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം. കൂപമണ്ഡൂകം എന്താണ്? ലോകവിവരം ഇല്ലാത്തവൻ അല്ലേ? കൂപം എന്ന് വെച്ചാൽ എന്താണ്? കിണർ. മണ്ഡൂകം എന്ന് വെച്ചാൽ തവള, കിണറ്റിലെ തവള. അതായത് ലോകവിവരം ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏത്? മേഘം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നല്ലേ? താമരയും മേഘവും എല്ലാം. ഏതാണ്? വാരിതമാണ്. വാരിതം. വാരി എന്നാൽ വെള്ളം. ദം എന്ന് പറയുന്നത് നൽകുന്നത്. ഏതാണ്? വെള്ളം നൽകുന്നത് എന്ന അർത്ഥത്തിൽ വാരിതം എന്നാൽ മേഘമാണ്. ഓക്കെ. വാരിധി എന്ന് പറയുന്നതോ? വാരിധി അത് വെള്ളം സംഭരിച്ചു വയ്ക്കുന്നത്. അതായത് വെള്ളം സംഭരിച്ചു വയ്ക്കുന്നത് അത് കടലാണ്. ഇനി വാരിജം എന്ന് പറയുന്നത് വെള്ളത്തിൽ ജനിക്കുന്നത്. അതേതാണ്? വെള്ളത്തിൽ ജനിക്കുന്നത് താമര അല്ലേ? ഇനി വഹ്നി എന്ന് പറയുന്നത് തീയാണ്, അഗ്നിയാണ്. ഇനി ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ദൃഢം ഏതാണ്? ശിഥിലമാണ്. ശിഥിലം. ദൃഢം എന്നാൽ എന്താണ്? ഉറപ്പുള്ളത് എന്നാണ് അർത്ഥം. അതിൻ്റെ വിപരീതം ഏതായിരിക്കും അപ്പോൾ? കെട്ടുറപ്പില്ലാത്തത് എന്നർത്ഥം വരുന്ന ശിഥിലം. ഇതിൽ കഠോരവും കഠിനവും ഒക്കെ ദൃഢത്തിനോട് തന്നെ സമാനമായിട്ടുള്ള അർത്ഥമുള്ളതാണ്. ഓക്കെ. ഇത് ഏകദേശം അല്ലേ എല്ലാം മലയാളമൊക്കെ ഓൾറെഡി കുറേ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.